ഇന്ന് നമുക്ക് ഗ്രാനിറ്റോസ് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെറിയ ഫ്ലവേഴ്സ് തയ്ക്കാനും അതുപോലെ ലീവ്സ് തയ്ക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കളറിൽ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പോയിൻറ്റ്സ് ആണ്, എ എന്ന് പറയുന്ന പോയിൻറ്റും ബി എന്ന് പറയുന്ന പോയിൻറ്റും. ഈ ഒരു സ്റ്റിച്ച് വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ്. അപ്പോൾ അടുപ്പിച്ച് നമുക്ക് കുറച്ച് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഇതിൻ്റെ ഉള്ളിൽ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പം എംബ്രോയ്ഡറി ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ ബിയിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാം. വീണ്ടും ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ നീറ്റിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് ബിയിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 2 സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ഒരു 4 സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇനി 3ാമത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത്. അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു വെച്ചിട്ടായിരിക്കും തയ്ച്ചു കൊടുക്കുന്നത്. എന്നാലേ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് വരത്തുള്ളൂ. ഇതുപോലെ. ഇനി വീണ്ടും ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെയാണ് നീഡിൽ എടുക്കുന്നത്. എന്നിട്ട് ഇത് റൈറ്റ് സൈഡിൽ ഇതുപോലെ വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബിയിലോട്ട് നമുക്കിതുപോലെ നീഡിൽ ഇറക്കി കൊടുക്കാം. അപ്പം ഇതിപ്പോൾ ഒരു പെറ്റൽ ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 4 സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ആണ് തയ്ച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പെറ്റലിൻ്റെ വലുപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. സെൻറ്ററിൽ തയ്ച്ചാൽ അത് പെറ്റലിൻ്റെ ഷേപ്പ് വരത്തില്ല, സെൻറ്റർ മാത്രം പൊങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ 2 സൈഡിലോട്ടും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഈ പെറ്റലൊന്ന് കുറച്ച് ഫ്ലഫി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പെറ്റലിൻ്റെ ലെങ്ത് എത്ര വേണം, വണ്ണം എത്ര വേണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്നാണോ എടുത്തത് ആ പോയിന്റിൽ നിന്ന് തന്നെ ആയിരിക്കണം നമുക്ക് വീണ്ടും എടുക്കേണ്ടത്. പിന്നെ എവിടെയാണോ ഇറക്കി കൊടുത്തത് ആ ഭാഗത്ത് തന്നെ ആയിരിക്കണം നമുക്ക് വീണ്ടും ഇറക്കി കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഗ്രാനിറ്റോസ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്ത ഫ്ലവറാണ്. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ തയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് എത്ര പെറ്റൽസ് വേണമെങ്കിലും തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറിയൊരു ഫ്ലവർ തയ്ച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ലീഫ് തയ്ച്ചു കൊടുക്കുന്നതും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് എഴുതിയാൽ മതി. എനിക്കറിയാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.